2025 മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ആസിഫിനെ നായകനായിട്ടുള്ള രേഖാ ചിത്രം എന്ന് പറയുന്ന സിനിമ. ഇന്നത്തെ ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രേഖാ ചിത്രം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയ ജോഫിൻ ഡി ചാക്കോ വീണ്ടും ഒരു ചിത്രമായിട്ട് എത്തുന്നതാണ് രേഖാ ചിത്രം എന്ന് പറയുന്ന സിനിമ. കാവ്യ ഫിലിം കമ്പനിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കാവ്യ ഫിലിം കമ്പനിയും മെഗാ മീഡിയയും കൂടെ ചേർന്നാണ് രേഖാചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാവ്യ ഫിലിം കമ്പനി ഇതിനു മുമ്പ് നിർമ്മിച്ച 2018 മാളികപ്പുറം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വലിയൊരു കൂട്ടുകെട്ട് തന്നെ ഒന്നിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനശ്വര രാജനാണ് സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. എന്തൊക്കെയാണ് അനശ്വരയുടെ നിലവിലെ സിനിമകളുടെയൊക്കെ ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ എല്ലാം തന്നെ ഹിറ്റ് സിനിമകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വേറിട്ടൊരു കഥാപാത്രം തന്നെയാണ് രേഖാ ചിത്രം എന്ന് പറയുന്ന സിനിമയുടേതും. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്ന ട്രെയിലറും ടീസറും പോസ്റ്ററുകളെല്ലാം തന്നെ ഒരുപാട് നിരൂപതകൾ ഒളിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിലറും പോസ്റ്ററുകളൊക്കെ തന്നെയായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ. പ്രത്യേകിച്ച് ആസിഫലിയുടെ 2024 ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തലവൻ, അതോടൊപ്പം കിഷ്കിന്ദകാണ്ഡം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ. തലവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ആസിഫ് അലി പോലീസ് വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേക ചിത്രത്തിലുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിനെക്കുറിച്ച് ചിത്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ജോഫിൻ ഡി ചാക്കോടൊപ്പം ആസിഫ് അലി തുടങ്ങി ചിത്രത്തിന്റെ പ്രമുഖരും അണിയറ പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് വൈബാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ തുടങ്ങിയ നിർണായക വേഷത്തിലെത്തുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളൊന്നായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം രേഖാ ചിത്രം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.